ഹായ്, ഞാൻ അർവിമായ. നമ്മുടെ വാൽപ്പാറ ദുരന്തം പോലെ ഈ ആപ്പയല്ലേ ഗുഡ്സ് വണ്ടിയിൽ ഇരുമ്പ് സാധനങ്ങൾ അല്ലെങ്കിൽ കമ്പി സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകരുത്, അതിനെ സംബന്ധിച്ചിട്ടൊരു അപകടം ഉണ്ടാകും ഇന്ന് ഞാൻ തെളിപ്പതിയായിട്ട് കണ്ട്. അത് ഞാൻ പോസ്റ്റ് ചെയ്തത് എനിക്കൊന്ന് ജൂലൈ ആണെന്ന് തോന്നും, ജൂണോ ജൂലൈയിലോ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം. ചെറിയ വണ്ടികളായിട്ടുള്ള ആപ്പയും ഗുഡ്സ് വണ്ടി, അതായത് ചെറിയ വണ്ടി ഉണ്ടല്ലോ, അതിലെ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ജനങ്ങൾക്കെന്ന് ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിയുടെ മുന്നിലും പുറകിലും പോകുന്ന ബൈക്കുകാർക്കും കാറുകാർക്കൊക്കെ അതുകൊണ്ട് വലിയൊരു അപകടം ഉണ്ടാകുന്നു. അവരുടെ ദേഹത്തോട്ട് കമ്പി കയറുന്ന രീതിയിലുള്ള അപകടം ഞാൻ കണ്ടിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. എനിക്കൊന്ന് കുറച്ച് പേരൊക്കെ കണ്ടു കാണും. എൻ്റെ മെയിൻ അക്കൗണ്ട് പോയി, ഒഫീഷ്യൽ അക്കൗണ്ട് പോയത് കൊണ്ട് എനിക്ക് ഒത്തിരി പേരിലോട്ട് അത് എത്തിക്കാൻ പറ്റിയില്ല. കാരണം അത് ഹാക്ക് ചെയ്ത് പോയി. അതിനുശേഷം പുതിയ ഫോണൊക്കെ എടുത്ത് ഇപ്പം പുതിയൊരു അക്കൗണ്ട് തുടങ്ങി. അതിനകത്ത് ഏകദേശം 100-200 പേരേ ഉള്ളൂ. എനിക്കൊന്ന് അവരൊക്കെ കണ്ടു കാണുമായിരിക്കും. പക്ഷേ കണ്ടവർ പോലും അതൊന്നും ഷെയർ ചെയ്തില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇത് ഒന്നുകിൽ അധികാരികൾക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ചെറിയ പെറ്റിയൊക്കെ അടിക്കുന്ന സമയത്ത് ഈവൻ ഹെൽമെറ്റിനും സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നൊക്കെ ഇതിടുമ്പം ഇതുപോലുള്ള വാഹനങ്ങളിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്നത്, അതും ഉന്തി നിൽക്കുന്ന കമ്പികളാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. വലിയ നീളമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും നീളത്തിൽ അത് വെച്ചിട്ട് നല്ലൊരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ ഒരു ചെറിയ ചുമന്ന തുണി മാത്രം കെട്ടി വെച്ചിട്ട് പോകുന്നത് അങ്ങേയറ്റം അപകടം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ തന്നെ ഞാനത് പറഞ്ഞു. അത് അധികാരികളൊന്നും ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളെങ്കിലും അതിനെന്തെങ്കിലും ഒരു ഹൈപ്പ് കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. ഈവൻ ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അതുണ്ടായി. എനിക്ക് തോന്നുന്നു ഞാനത് പോസ്റ്റ് ഇട്ടതിന് ശേഷം ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു, അതോ ജൂലൈയിലാണോ ഇതേ സംഭവം നമ്മുടെ നോർത്തിലെവിടെയോ നടന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആശ്വാസം വന്നു. നമ്മുടെ കേരളത്തിൽ ആർക്കും പറ്റിയില്ല. അവിടെ ഈ പറയുന്ന ഒരാൾ മരിച്ചു. അപ്പോൾ ഞാനോർത്ത് വലിയൊരു അപകടം വരാതെ അത് ഒഴിഞ്ഞു പോയി. അവിടെയും ഒരാൾക്ക് എന്തോ പരിക്കം കണ്ട് പറ്റി, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു, ഒരാൾക്ക് പരിക്കം പറ്റി, ഒരാൾ മരിക്കുകയും ചെയ്തു. അപ്പം ഞാനോർത്ത് അത് കഴിഞ്ഞു കാണും. പക്ഷെ അന്ന് ഞാൻ ഈ തെളിപ്പതിയുടെ ഇതിടുമ്പം എനിക്കത് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് ഇന്ന്. അപ്പം ഞാനോർത്ത് അത് മാറിപ്പോയി കാണും. ഞാൻ ഒരുപാട് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു, അങ്ങനെ ഒരാൾക്കും വരരുതേ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഞാനത് ആഗ്രഹിക്കുകയും ചെയ്തു. അതിന് വേണ്ടിയിട്ട് കുറേ പ്രിക്കോഷൻസ് എന്നുള്ള രീതിയിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനി അങ്ങനെ വരല്ലേ, ഇനി നാട്ടിൽ അങ്ങനെ ഒരു സംഭവം നടക്കല്ലേ എന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. രണ്ടിടത്തുണ്ടായി, ഒരിടത്തല്ല. ഒരാൾ അതിൻ്റെ അടിയിലും പോയി, അല്ലാതെ ഒരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. ഇത് എനിക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എനിക്കിതിങ്ങനെ ടെലിപ്പതിയായിട്ട് വരുമ്പം കാണുന്നു, ഞാനത് മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും അതങ്ങോട്ട് കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്തോ ഞാനിരുന്ന് എന്തെങ്കിലും മട്ടതരം പറയുന്നതെന്നായിരിക്കും ചിന്തിക്കുന്നത്. അല്ല, എനിക്കത് എങ്ങനെ അത് കൺട്രോൾ ചെയ്യണം എന്നുള്ള കുറേ ഒരു റിസർച്ചിൽ കൂടിയാണ് ഞാൻ ഇതിനെ എങ്ങനെയും മാറ്റിക്കളയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൽ കൂടിയാണ് ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ കൂടി ആൾക്കാരിൽ അത് എത്തണം, കുറേ കൂടി ആൾക്കാരത് ശ്രദ്ധിച്ചായിരുന്നെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു. എനിക്ക് നല്ലപോലെ അറിയാതെ ഒഴിവാക്കാൻ പറ്റുമായിരുന്ന അപകടമായിരുന്നു. പക്ഷെ പറ്റിപ്പോയി. ആ ചേട്ടന് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ആ ചേട്ടന് ആദരാഞ്ജലികൾ നേരുന്നു. അതേപോലെ തന്നെ ഇനി ആയാലും ശ്രദ്ധിക്കുക, ഗുഡ്സ് വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കാമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയൊരു അപകടം പെട്ടെന്ന് ഒരു നായ കുറുകെ ചാടിയാലോ, അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇടേണ്ടി വരുന്ന സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ ഈ സാധനം കെട്ടി വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല അപകടം ഉണ്ടാകും. പുറകിൽ വരുന്നവർക്കും മുന്നിൽ വരുന്നവർക്കും ഒക്കെയെന്ന് അവരും ചിന്തിക്കുന്നില്ല. അവർക്കൊരു ഓട്ടം കിട്ടണം, അല്ലെ അവർക്കൊരു ജോലി, അല്ലെങ്കിൽ വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ പൈസയ്ക്ക് വീട്ടിലത് എത്തിക്കുക, കടക്കാർക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും സാധനം വിറ്റാൽ മതി, എങ്ങനെയും അവർ കൊണ്ടുപോകട്ടെ എന്നൊരു മൈൻഡ്. അതൊന്നും അല്ല വേണ്ടത്. നമുക്ക് അപകടം എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം അപകടം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഞാൻ ലാസ്റ്റ് ഒരു എളുപ്പതി ഇട്ടിട്ടുണ്ട്. അതെന്തോ ഒരു ഇഷ്യൂസിൻ്റെ പേരിൽ ഈവൻ പെട്ടെന്ന് ദേഷ്യം വന്ന ഒരാൾ
വേറെ 2-3 പേരെ കുത്തി പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. എനിക്കത് കൺമുന്നിൽ എനിക്ക് കാണാം. ഒരു റോഡിലാണ് ഈ സംഭവം നടക്കുന്നത്, അല്ലെങ്കിൽ ഏതോ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാം. അതൊരു കാരണവശാലും അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇടുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ പോലും ആരെയും മൃഗീയമായിട്ട് ഉപദ്രവിക്കാതിരിക്കുക, അത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്തുനിന്ന് എണ്ണിച്ചു പോവുക. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ മാക്സിമം അക്രമത്തിനെ നേരിടാനല്ല ശ്രമിക്കേണ്ടുന്നത്, അക്രമം ഒഴിഞ്ഞു പോകാനോ അല്ലെ അത് അവോയ്ഡ് ചെയ്യാനോ അവഗണിക്കാനോ ആണ് ശ്രമിക്കേണ്ടുന്നത്. അപ്പോൾ അത് ഇപ്പം പറയുന്ന ഒരു ടെലിപ്പതിയാണ്, അത് എല്ലാവരും ശ്രദ്ധിക്കുക. എനിവേ ഈ ഗുഡ്സ് വണ്ടിയിൽ നടന്ന ഈ ഒരു ടെലിപ്പതി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാനത് കഴിഞ്ഞ എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹാക്ക് ചെയ്യപ്പെടുന്നതിന് മുന്നേ എൻ്റെ ആ അക്കൗണ്ട് റിപ്പോർട്ടായി പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ അതിനകത്ത് ഇട്ടായിരുന്നു, ഫേസ്ബുക്കിലും ഇട്ടായിരുന്നു. എനിക്കൊന്ന് കുറേ പേരത് കണ്ടും കാണും. അത് പോയി കഴിഞ്ഞിട്ട് ഞാൻ പുതിയത് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഒരുപാട് ഇൻസ്റ്റാഗ്രാം തുറന്നു, അതിനകത്തെല്ലാം ഇട്ടെങ്കിലും അതെല്ലാം റിപ്പോർട്ട് അടിച്ച് പോയി. കാരണം എനിക്കറിയത്തില്ല ഹാക്ക് ചെയ്താണോ എന്താണെന്ന് അറിയത്തില്ല, പോയി. ഇപ്പം പുതിയ ഫോൺ എടുത്ത് അതിൽ ഞാൻ പുതിയ അക്കൗണ്ട് തുടങ്ങിയപ്പോഴും ഞാൻ ഇത് റീപോസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനതിട്ടു. മാക്സിമം ആൾക്കാരത് ശ്രദ്ധിക്കണം, നോർത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ പോലും അത് നമ്മുടെ കേരളത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഞാനങ്ങനെ ഒരു ടെലിപ്പതി കണ്ടതാണ്. അതുകൊണ്ട് മാക്സിമം ആൾക്കാരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഇപ്രാവശ്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുള്ളൂ, ഞാൻ ടെലിപ്പതിയായിട്ടിടുന്ന പോസ്റ്റ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരു വ്യക്തി ഈ പോസ്റ്റ് കാണുവാണെങ്കിൽ സ്വന്തം വീട്ടിൽ കുടുംബക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഒന്ന് പറയാം, ഇങ്ങനെ ഒരു ടെലിപ്പതി കണ്ടിരുന്നു, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം. നിങ്ങളത് ഷെയർ ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ എനിക്ക് ഫോളോവർ കൂടണമെന്നോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ആ സംഭവം കണ്ടാൽ നിങ്ങളുടെ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിളിലുള്ള ഈ സംഭവം ഒന്ന് പറയുക, എല്ലാവരും ഒന്ന് അവെയർ ആയിരിക്കാൻ പറയുക പ്ലീസ്. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം എനിക്കിങ്ങനെ അപകടങ്ങളും ദുരന്തങ്ങളും പ്രശ്നങ്ങളും എനിക്ക് മുൻകൂട്ടി കാണാനും പറ്റുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ അത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കിത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലടോ. എന്തെങ്കിലുമൊക്കെ എല്ലാവരും അപകടങ്ങളിൽ നിന്ന് നോക്കിയാട്ടെ. എനിക്കൊന്നും പറയാനില്ല.